ഹായ് ഹോൾ, വെൽക്കം. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ എസ് കർവ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് പഠിച്ചല്ലേ. നമ്മളെ വർക്കിൻ്റെ പ്ലാൻഡ് പെർസെൻറ്റേജ് വിയസ് ആക്ച്വൽ പെർസെൻറ്റേജ് എങ്ങനെ നമുക്ക് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി. ഇത് പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിൻ്റെ ഫൈനൽ വീഡിയോ ആണ്. ഇതിന് ശേഷം നമുക്ക് അടുത്തതായിട്ടുള്ളത് എങ്ങനെയാണ് നമ്മൾ വർക്ക് പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുക എന്നുള്ള സെക്ഷനാണ്. ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് ആയിരുന്നു. അതുപോലെ അതിൽ നിന്ന് എങ്ങനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തതിൽ നിന്ന് ഡാറ്റാസ് എടുക്കുക എന്നുള്ളത്. നമുക്ക് ഈ ഒരു പാർട്ടിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്, നമ്മളൊരു ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നമ്മുടെ ഷെഡ്യൂൾ കാര്യങ്ങൾ ഡീറ്റെയിൽസ് വേണം, പ്രൈമവേറ ഡീറ്റെയിൽസ് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഫയൽസിൽ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഈ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കാണാം നമുക്ക് ഏത് ഫയലാണ് പ്രൈമവേറ PMXER എന്നുള്ള ഫയലായിട്ടാണ് നമുക്ക് കൊടുക്കേണ്ടത്. അതുപോലെ അത് ഏതാണ് അതിൻ്റെ വേർഷൻ എന്നുള്ള 16.1 അതല്ലെങ്കിൽ 15.1 ഏതാണ് അതിൻ്റെ വേർഷൻ എന്ന് അവർ ക്ലയൻറ്റ് യൂസ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ക്ലയൻറ്റ് യൂസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് പ്രോജക്റ്റ് ആണെങ്കിൽ മൈക്രോസോഫ്റ്റ് പ്രോജക്റ്റ് സെലക്ട് ചെയ്യാം. പ്രൈമവേറ PM സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏതാണ് വേർഷൻ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നമുക്കിവിടെ കാണാം 3 ഓപ്ഷൻ: പ്രോജക്റ്റ്, റിസോഴ്സ് ഓൺലി, അതല്ലെങ്കിൽ റോൾ ഓൺലി. നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. പ്രോജക്റ്റ് എടുക്കുക, അതിനുശേഷം നെക്സ്റ്റ്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോജക്റ്റ് ഏതാണെന്നുള്ളത് ഇവിടെ എക്സ്പോർട്ട് ഫയൽ ID അതുപോലെ നെയിം, ഇതിൽ കറക്റ്റായിട്ട് ഏതാണോ പ്രോജക്റ്റ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നെക്സ്റ്റ് ഫയൽ ലൊക്കേഷൻ ആണ്, നമുക്ക് എവിടെയാണ് സേവ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. നെയിം കൊടുക്കാം, അതിനുശേഷം സേവ് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫയൽ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഇവിടെ ഡെസ്ക്ടോപ്പിൽ കാണാം പ്രോജക്റ്റ്. നമുക്ക് ഈ ഒരു ഫയലാണ് നമ്മൾ ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അയച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒരു പ്രൊജക്റ്റിൻ്റെ ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ പ്രൈമവരിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് പ്രൈമവരി ഈ പ്രോജക്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഫയൽ ക്ലോസ് ദ പ്രോജക്റ്റ് നമ്മൾ കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഫയൽസിൽ പോവുക. ഫയൽസിൽ നമ്മൾ ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വിൻഡോയിൽ നമ്മൾ ഏതാണ് ഫോർമാറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. പ്രൈമവേറ PM എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. എന്താണ് നമ്മൾ ആ ഒരു പ്രൈമവേറ ഫയലിലുള്ളത് ആ ഒരു പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രോജക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. അതുപോലെ ഏതാണ് ഫയൽ എന്നുള്ളത് ആ ഒരു ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. ഈ ഇമ്പോർട്ട് ചെയ്യുന്നത് ഏത് കമ്പനിയുടെ അണ്ടറിലാണ് വരേണ്ടത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് ആസ്ട്രക് ബിൽഡിങ്സിൻ്റെ അണ്ടറിലാണ്. നമ്മളത് ചേഞ്ച് ചെയ്തുകൊണ്ട് ആസ്ട്രക് റോഡ് എന്നുള്ളതിൻ്റെ ഡിവിഷൻ്റെ അണ്ടറിലാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിവിടെ ഇമ്പോർട്ടഡ് ടു AZR എന്നുള്ളത് വന്നിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് അടിച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആയിട്ട് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാം ആസ്ട്രക് റോഡ് എന്ന വർക്കിൻ്റെ അണ്ടറിലായിട്ടാണ് നമുക്ക് വില്ല പ്രോജക്റ്റ് വന്നിട്ടുള്ളത്. ഇത് നമുക്കിവിടെ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, ഷെഡ്യൂള് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ കാണാം. റിസോഴ്സും എല്ലാ ഡീറ്റെയിൽസും ഇതിൽ അവൈലബിൾ ആയിരിക്കും. ഇത്തരത്തിലാണ് പ്രൈമവരിയിൽ നമ്മൾ ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയലിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. നമുക്കൊരു ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതും. ഇതാണ് പ്രൈമവേറ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിൻ്റെ ഫൈനൽ പാർട്ട് എന്ന് പറയുന്നത്.